Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluh. Sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയ ഒരു റിസാലയാണ് ആരംഭിക്കുന്നത്. നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധമായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച ചെറിയ ഒരു റിസാലയാണ്. വളരെ ലഘുവായതാണെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്നതായ ഉള്ളടക്കം അത് വളരെ ശ്രേഷ്ഠത നിറഞ്ഞ, അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട, വളരെ പ്രാധാന്യമുള്ളതായൊരു വിഷയമാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ് മസ്ജിദുൻ നബവിയിലെ ഇമാമല്ല അവിടുത്തെ മുദരിസും മസ്ജിദ് ഖുബയിലെ ഖത്തീബുമായ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ല മസ്ജിദുൻ നബവിയിൽ വെച്ച് നടത്തിയ ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. ആ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ല ഇതിൻ്റെ ആമുഖത്തിൽ ഇൽമ് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇൽമ് പഠിക്കാൻ ഇറങ്ങിത്തിരിച്ച വിദ്യാർത്ഥികൾക്ക് മലായിക്കത്ത് അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. അതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതിൻ്റെ ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണ്. മത്നു നവാഖിദുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആണ് അത് രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ മുസന്നിഫ് ഇപ്രകാരമാണ് പറയുന്നത്: അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ട് നിയോഗിച്ചു. ഫബഅസഹു ലിൽ ജിന്നി വൽ ഇൻസി ദാഇയൻ വ നദീറ. ജിന്ന് മനുഷ്യവർഗങ്ങളിലേക്ക് അവരെ ഹക്കിലേക്ക് ക്ഷണിക്കുന്നവനായിട്ട്, മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട് അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്: വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അള്ളാഹു താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്നാണ്. അർസലഹു സുബ്ഹാനഹു ബഷീറൻ ബിൽ ഖൈരി വ സവാബി. നന്മ കൊണ്ട് അതിൻ്റെ പ്രതിഫലം കൊണ്ടും, നന്മ കൊണ്ടും അതിൻ്റെ പ്രതിഫലം കൊണ്ടും സന്തോഷ വാർത്തയെ അറിയിക്കുന്നവനായിക്കൊണ്ടാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അതേപോലെ വനദീറൻ മിന ശർരി വ ആഖിബതി.
തിന്മയെ സംബന്ധിച്ചും അതിൻ്റെ അനന്തരഫലത്തെ സംബന്ധിച്ചും മുന്നറിയിപ്പ് നൽകുന്നവനുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. അല്ലാഹു പറയാണ്, താങ്കളെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വനസ്സൽ അലൈഹിൽ ഖുർആൻ. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ ഇറക്കി. വഔഹ ഇലൈഹി സുന്ന. സുന്നത്തിനെ കുറിച്ച് സുന്നത്ത് വഹയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അപ്പോൾ പരിശുദ്ധ ഖുർആനും സുന്നത്തും നൽകി. എന്തിനാണ് ഇത് നൽകിയത്? ലിയുബയ്യന ലിന്നാസി അദ്ദീന ഗായത്തൽ ബയാൻ. ദീനിനെ ജനങ്ങൾക്ക് അങ്ങേയറ്റം വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നൽകി, സുന്നത്ത് നൽകി. ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ദീൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ. നാം താങ്കളിലേക്ക് പരിശുദ്ധ ഖുർആനിനെ അദ്ദിക്റിനെ ഇറക്കി. ലിതുബയ്യിന ലിന്നാസ്. എന്തിനാണ്? താങ്കൾ അത് ജനങ്ങൾക്ക് വിശദമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടതിനെ. വലഅല്ലഹും യതഫക്കറൂൻ, അങ്ങനെ അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അള്ളാഹു വീണ്ടും പറയുന്നു, വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹും അല്ലദി ഇഖ്തലഫൂ ഫീ. ഏതൊരു കാര്യത്തിലാണോ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാം താങ്കൾക്ക് പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു നിൽക്കുന്നത്. വഹുദം വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് സന്മാർഗമാകാൻ വേണ്ടിയിട്ട്, കാരുണ്യമാകാൻ വേണ്ടിയിട്ടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകി, പരിശുദ്ധ ഖുർആൻ ഇറക്കി, ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. വബയ്യന സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്തഹുൽ മുസ്തഖീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ വഴി ഏതാണ് എന്ന്, മുസ്തഖീമായ മാർഗം ഏതാണ് എന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ലിയുൽസമ വയുത്തബ. അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ശരിയായ വഴി പിന്തുടരപ്പെടാൻ വേണ്ടിയിട്ട്. ഫഹുവദ്ദീൻ. അതാണെന്ത്? ദീൻ എന്നുള്ളത് ആ ശരിയായ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു പറയുന്നു, അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊ. നിശ്ചയമായും ഇതാകുന്നു എൻ്റെ മുസ്തഖീമായ ചൊവ്വായ മാർഗം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്തുടരണം. വലാ തത്തബിഉ സുബുൽ. വ്യത്യസ്തങ്ങളായ വഴികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. അതിനെ പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലി. അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വഴിതെറ്റിച്ച് കളയും, ഛിന്ന ഭിന്നമാക്കി കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അതാണ് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ വഴി ഏതാണ് എന്ന് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വഫസ്സലൽ അദില്ലത ലിതസ്തബീന ത്വരീഖൽ മുജ്രിമീന ലിതുജ്തനബ്. ശരിയായ വഴി വിശദീകരിച്ച് നൽകിയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദലീലുകൾ, തെളിവുകൾ പഠിപ്പിച്ച് വിശദമാക്കി നൽകുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ മാർഗം കൃത്യമാകാൻ വേണ്ടിയിട്ടും. അതും എന്ത് ചെയ്യണം? തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ലിതുജ്തനബ്. എന്നാൽ മാത്രമേ അവരുടെ വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപേക്ഷിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തെറ്റായ മാർഗത്തെ സംബന്ധിച്ചും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അതിലൂടെ സഞ്ചരിക്കരുത് എന്നറിയാൻ വേണ്ടിയിട്ട്. അള്ളാഹു പറയുന്നു, വകദാലിക നുഫസ്സിലുൽ ആയാതി. അപ്രകാരം നാം ആയാത്തുകൾ വിശദീകരിച്ച് നൽകുന്നു. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. അങ്ങനെ മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ മാർഗം ഏതാണെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി? വെളിപ്പെടാൻ, അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിയായ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്, തെറ്റായ വഴി ഏതാണെന്നും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ശരിയെ പിന്തുടരാൻ വേണ്ടിയിട്ട്, തെറ്റായ മാർഗത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫകാനൽ അംറു ഫീ ഗായത്തിൽ വുദൂഹി വൽ ബയാൻ. അതുകൊണ്ട് കാര്യം അങ്ങേയറ്റം വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. നശിച്ചവർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നശിക്കാൻ വേണ്ടിയിട്ട്, ശരിയായി ജീവിക്കുന്നവർ അവരും വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇരു വഴികളും എന്താണ്? സുവ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആളുകൾക്കും ശരിയായ മാർഗം എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാൻ ഭാഗത്തിന് വളരെ വ്യക്തമാണ്, കൃത്യമാണ്.
وكان صحابة رسول الله صلى الله عليه وسلم يسألون النبي صلى الله عليه وسلم عن الخير. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വഹദല്ലാഹു അസ്സ വജല്ല ബഅദഹും ലിസ്സുആലി അനിശ്ശർരി. സ്വഹാബികളിൽ ചിലർക്ക് അല്ലാഹു ഹിദായത്ത് നൽകി. എന്തിനു വേണ്ടിയിട്ട്? ഷർറിനെ സംബന്ധിച്ചും ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഷർറിനെ കുറിച്ച് ചോദിക്കുന്നത്? ലിയസ്തബിയന ത്വരീഖൽ ഖൈരി വ ത്വരീഖ ശർ. ഖൈറിൻ്റെയും ഷർറിൻ്റെയും വഴികൾ എന്ത് ചെയ്യണം? കൃത്യമാകണം, അത് വെളിപ്പെടണം, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില സ്വഹാബികൾക്ക് അങ്ങനെയും എന്ത് ചെയ്തു? അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു, ഷർ ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ധാരാളം സ്വഹാബികൾ ഖൈറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചില സ്വഹാബികൾക്ക് എന്താണ് ഷർറ് എന്ന് ചോദിക്കാനും അള്ളാഹു എന്ത് ചെയ്തു? തൗഫീക്ക് നൽകി. ഖൈറും ഷർറും വേർതിരിയാൻ വേണ്ടിയിട്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ. ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വകുന്തു അസ്അലുഹു അനി ഷർ. എന്നാൽ ഞാനാകട്ടെ ഷർറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? മഖാഫത അൻ യുദ്രികനി. അതെന്നെ വന്ന് പിടികൂടുമോ എന്ന് ഭയത്താൽ. അപ്പോൾ ഷർറ് എന്നെ പിടികൂടാതിരിക്കാൻ എന്താണ് ഷർറ് എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു എന്ന് കമാ തബത്ത ഫി സ്വഹീഹ്, നാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ, സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ. എന്നിട്ട് മുസന്നിഫ് പറയാണ്, വഅഅദമു മാ വുദ്ദിഹ വഫുസ്സില മിനൽ ഖൈരി ഫിൽ കിതാബി വസുന്നതി അത്തൗഹീദ്. ഖുർആനിലും സുന്നത്തിലും ഇപ്രകാരം വ്യക്തമാക്കപ്പെട്ട, വിശദമാക്കപ്പെട്ടിരിക്കുന്ന ഖൈറുകളിൽ ഏറ്റവും മഹത്തായത് ഏതാണ്? തൗഹീദ്, തൗഹീദാണ്. അപ്പോൾ ഹക്കിൻ്റെ വഴിയും ബാത്തുലിൻ്റെ വഴിയും എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട, ഖുർആനിലും സുന്നത്തിലും വ്യക്തമാക്കപ്പെട്ട ഹക്കിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഖൈറുകളിൽ ഏറ്റവും സുവ്യക്തമായി പഠിപ്പിക്കപ്പെട്ടത് ഏതാണ്? തൗഹീദാണ്. അതിൽ യാതൊരു അവ്യക്തതയുമില്ല, നിഗൂഢതയുമില്ല, കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലദീ ഹുവ അഅ്ളമു ഫറായിദുദ്ദീൻ. അതാണ് ഒരു ദീൻ ഒരാളോട് നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതര അല്ലെങ്കിൽ ഏറ്റവും എന്താണ് മഹത്തമായത്, ഏറ്റവും ഗൗരവമേറിയത് ഏതാണ്? തൗഹീദാണ്. ഒരാൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. വഅഅ്ളമു മാ ജാഅ തൗദീഹുഹു ഫിൽ കിതാബി വസ്സുന്നതി മിനശ്ശർരി വശിർക്ക്. അതേപ്രകാരം ഖുർആനിലും സുന്നത്തിലും ഏറ്റവും കൃത്യമായി വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നതായ ഷർറ് അതേതാണ്? ശിർക്കുമാണ്. ഹൈതു ജാഅ ബയാനുഹു തഫ്സീലൻ വതഫ്സീല. അതിൻ്റെ അടിസ്ഥാനങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. വഹുവ അഅ്ളമു ദുൽമി വഅശദ്ദു ദുലം. അത് ഏറ്റവും ഗുരുതരമായ അക്രമമാണ്, വളരെ കഠിനമായ ഇരുളുമാണ് ശിർക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഫവജബ അലൽ മുക്കല്ലഫ്, ഒരു മുക്കല്ലഫിൻ്റെ മേൽ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. അത് പുരുഷനാകട്ടെ, റജുലൻ കാന അവ ഇംറഅ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അൻ യഅരിഫ തൗഹീദ ലിയുഹഖിഖ, തൗഹീദ് അറിയുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമാണ്, അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. വഅൻ യഅരിഫ ശിർക ലിയജ്തനിബ, അവൻ ശിർക്കിനെ മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അതിനെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? വെടിയാൻ വേണ്ടിയിട്ട്. വതലബുൽ ഇൽമി ബിഹാദാ ഫർദു ഐനിൻ അലാ കുല്ലി മുകല്ലഫിൻ റജുലൻ കാന അവ ഇംറഅ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഇതിനെ സംബന്ധിച്ചുള്ളതായ ഇൽമ് നേടുക എന്നുള്ളത് മുകല്ലഫായ ഓരോ മനുഷ്യൻ്റെ മേലും ഫർദു ഐനാണ്, നിർബന്ധമായ ബാധ്യതയാണ്. ഓരോ ആളുകളുടെ മേലും നിർബന്ധമാണ്. ആരെങ്കിലും പഠിച്ചാൽ പോരാ ശിർക്ക് എന്താണ് എന്ന്, അല്ലെങ്കിൽ തൗഹീദ് എന്താണ് എന്ന്. എല്ലാ ആളുകളും എന്ത് ചെയ്യണം? പഠിക്കണം. അതായത് ഒരാളുടെ വിശ്വാസം ശരിയാകാൻ എന്തെല്ലാം നിർബന്ധമാണോ അത് പഠിക്കലും എന്താണ്? നിർബന്ധമാണ്, വ്യക്തിപരമായ നിർബന്ധമാണ്. വഹുവ യദ്ഖുലു ദുഖൂലൻ ഔലവിയ്യൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ യദ്ഖുലു ദുഖൂലൻ അവ്വലിയ്യൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് തേടൽ എല്ലാ മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിൽ ഒന്നാമതായി ഉൾപ്പെടുന്നത് ഏതാണ്? തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്.
സിർക്കിനെ സംബന്ധിച്ച ബോധമുണ്ടാവുക എന്നുള്ളതാണ്. വമിൻ ഹുന, അതിനാൽ ഇഅ്തന ഉലമാഉ അഹ്ലി സുന്നത്തി ഇനായതൻ അദീമ ബിതഖ്രീരി തൗഹീദ്. അതുകൊണ്ട് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ തൗഹീദിനെ അതിനെ ക്രോഡീകരിക്കുന്നതിൽ, അതിനെ വ്യക്തമാക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, രേഖപ്പെടുത്തുന്നതിൽ വലിയ ശ്രദ്ധ എന്തിട്ടുണ്ട്, വലിയ പരിഗണന അവർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വബയാനി കൈഫിയത്തി ഹിഫ്ളിഹി, അതിനെ എപ്രകാരമാണ് സംരക്ഷിക്കുന്നതിന് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും അവർ നൽകിയിട്ടുണ്ട്. വബയാനി മാ യൻഖുദുഹു ഔ യൻഖുസുഹു, അതിനെ മുറിച്ച് കളയുന്നത് അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തി കളയുന്നത് എന്താണെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഈമാനിനെ ഒന്നുകിൽ പൂർണ്ണമായി ഇല്ലാതെയാക്കി കളയുന്നത് അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തി കളയുന്നത് ഏതൊക്കെയാണ് എന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മുഅല്ലഫാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി ഫീ ഹാദൽ ബാബി അക്സർ, ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ രചനകൾ ധാരാളമാണ്. മിൻ അൻ തുഹ്സർ, ക്ലിപ്തപ്പെടുത്തുന്നതിനേക്കാൾ അധികമുണ്ട്, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വിധം ധാരാളമാണ്. ഫഹിയ കസീറത്തുൻ ജിദ്ദ, വളരെയധികം എന്താണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. വമിൻ തിൽക്കൽ മുഅല്ലഫാത്ത്, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് അദീമത്തുൻ നഫ്ഇ, വളരെ ഉപകാരമുള്ളതായ അങ്ങനെയുള്ള രചനയിൽപ്പെട്ടതാണ് റിസാലത്തുൻ ഖസീറ, വളരെ ചെറിയ ഒരു റിസാല. തുഖറഉ ഫീ ദഖായിഖ യസീറ, വളരെ കുറച്ച് സമയം കൊണ്ട് വായിക്കപ്പെടാൻ പറ്റുന്നതാണത്. ഫഹിയ ഖലീലത്തുൻ അൽ മബ്ന, അതിൻ്റെ മബ്ന, അതിൻ്റെ നിർമ്മിതി വളരെ എന്താണ്, ചെറുതാണ്, കുറവാണ്. ലാക്കിൻ, പക്ഷേ വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെ സത്യം, ഇന്നഹാ ലഅദീമത്തുൽ മഅന, ലഅദീമത്തുൽ മഅന, അതിൻ്റെ ആശയമാകട്ടെ എന്താണ്, വളരെ ബൃഹത്താണ്. അദീമത്തുൻ ഫി ഫവായിദിഹ, അതിലുള്ളതായ ഫായിദകൾ, നേട്ടങ്ങൾ വളരെ ബൃഹത്തരമാണ്. അദീമത്തുൻ ഫി അസരിഹ അലാ മൻ യഖറഉഹ, അത് വായിക്കുന്നവർക്ക് ലഭിക്കുന്ന അതിലുണ്ടാക്കുന്നതായ സ്വാധീനവും എന്താണ്, വലിയ സ്വാധീനമാണ്. തിൽക്കുമുർ റിസാല ഹിയ റിസാലത്തു നവാഖിദുൽ ഇസ്ലാമി ലിശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അതാണ് നമ്മുടെ കരങ്ങളിലുള്ള ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം. വൽ ഹാജത്തു ഇലാ ഖിറാഅത്തിഹ, അത് വായിക്കുന്നതിലേക്കുള്ള ആവശ്യം. വഫഹ്മിഹ ഫഹ്മൻ സലീമൻ സലഫിയൻ സ്വഹീഹൻ, അതിനെ സുരക്ഷിതമായി സലഫി മൻഹജ് അനുസരിച്ച് ശരിയായ നിലയിൽ മനസ്സിലാക്കുക എന്നുള്ളതും വായിക്കുക എന്നുള്ളതിലേക്കുമുള്ള ആവശ്യം. മാസത്തുൻ ജിദ്ദ ഈ സമാനിയ, നമ്മുടെ ഈ കാലത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അപ്പം അതിനെ വായിക്കലും ശരിയാവിധം അതിനെ മനസ്സിലാക്കലും എന്താണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഹൈസു ഇൻതശറൽ യൗം ഫി ഹാദ സമാനി ദാആനി അദീമാനി ഫത്താക്കാൻ, എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ കാലത്ത് വളരെ വ്യാപകമായിരിക്കുകയാണ് നാശകരമായ രണ്ട് ഗുരുതരമായ രോഗങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ശരിയാവിധം വായിക്കുകയും പഠിക്കുകയും ചെയ്യൽ ഇത് അനിവാര്യമാണ്. ഏതാണ് ആ രണ്ട് രോഗങ്ങൾ? അമ്മാ അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് ഫഹുവൽ ഇഅ്തിദാഉ ഫി തക്ഫീർ, ആളുകളെ കുഫ്റാരോപിക്കുന്നതിലുള്ളതായ അതിരുകവിച്ചൽ, അതിക്രമം. വത്തസല്ലുതു അലൽ ഉമ്മത്തി ബിത്തക്ഫീരി ലിജമീഇ അഫ്റാദിഹ, ഉമ്മത്തിൽ സകല ആളുകളെയും ഒരാളെയും വിട്ടുപോകാതെ സകലരെയും എന്ത് ചെയ്യുന്നു, തക്ഫീർ കൊണ്ട് ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. എല്ലാവരും കാഫിറുകളാണ്, ഭരണകൂടങ്ങളെല്ലാം കാഫിറുകളായിരിക്കുന്നു, അവരനുസരിക്കുന്നവരെല്ലാം കാഫിറുകളായിരിക്കുന്നു എന്നുള്ളതായ ഒരു രോഗം. അല്ലദീന യുവാഫിഖൂന തക്ഫീരിയീൻ, ഈ തക്ഫീരികളോട്, കാഫിറാക്കുന്ന ഈ ആളുകളോട് ആരാണോ യോജിക്കുന്നത്, അങ്ങനെ യോജിക്കുന്ന വളരെ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി മുഴുവനും ആളുകളും ചെയ്തിരിക്കുന്നു കാഫിറുകളായിരിക്കുന്നു എന്ന് പറയുന്ന തക്ഫീറിൻ്റെ അതിക്രമം, അതിപ്രസരിപ്പ്, അതാണ് ഒരു രോഗം. അങ്ങനെ
ഫസ്തുബീഹത് ദിമാഉൽ മുസ്ലിമീൻ, അങ്ങനെ മുസ്ലിമീങ്ങളുടെ രക്തം അനുവദനീയമാക്കപ്പെട്ടു. ഇവരുടെ അടുക്കൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് സൂചിപ്പിച്ചത്, അതായത് ലോകത്തുണ്ടായിരിക്കുന്ന ബിദ്അത്തുകളിൽ, ഇസ്ലാമിൽ കടന്നു വന്നിരിക്കുന്ന ബിദ്അത്തുകളിൽ ഏറ്റവും ഗുരുതരമായ ബിദ്അത്ത് ഏതാണെന്ന് ചോദിച്ചാൽ തക്ഫീരികളുടെ ബിദ്അത്താണ്. മറ്റുള്ള ബിദ്അത്തുകൾ മുഖേന പലപ്പോഴും രക്തം ചിന്തലുകളില്ല. എവിടെയാണോ തക്ഫീറിൻ്റെ ബിദ്അത്ത് കടന്നു വരുന്നത് അവിടെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ പരസ്പര വിദ്വേഷവും ശത്രുതയും കടന്നു വരികയും അങ്ങനെ അതെന്ത് ചെയ്യും, കൊലപാതകങ്ങളിലേക്കും കലാപങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും കടക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ ഇവരെവരെയും വധിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഈ പറയുന്ന തക്ഫീരി ചിന്താഗതിയായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള ബിദ്അത്തിൻ്റെ കക്ഷികളെക്കാൾ ഗുരുതരമായതാണ് എന്ത്? തക്ഫീരികളുടെ ബിദ്അത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ രക്തം എന്ത് ചെയ്തു? അനുവദനീയമാക്കപ്പെട്ടു. വൽ മഅസൂമീന മിൻ ഗൈരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളിൽപ്പെട്ട എന്താണ് നിരപരാധികളുടെയും രക്തം എന്ത് ചെയ്തു? അനുവദിക്കപ്പെട്ടു. അങ്ങനെ ഫറഅയ്ത തഫ്ജീർ വത്തദ്മീർ വൽ ഇഫ്സാദ്, സ്ഫോടനങ്ങൾ നിങ്ങൾക്ക് കാണാം, നാശങ്ങളും കുഴപ്പങ്ങളും കാണാം. അല്ലദീ യുസമ്മ സൗറൻ വദുൽമൻ ബിൽ ജിഹാദ്, അത് എന്ത് ചെയ്യപ്പെടുന്നു? ജിഹാദ് എന്ന് അതിനെ വിളിക്കപ്പെടുന്നു. ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ വെറുതെ കൊണ്ടുപോയി സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെന്തെന്ന് പറയുക? അക്രമപരമായിട്ട് അതിന് ജിഹാദ് എന്ന് വിളിക്കുന്നു. ഒരിക്കലും അതെന്തല്ല, ജിഹാദല്ല, അത് ഒരു വ്യാജാരോപണമാണ്. ദുൽമ നിലയിലാണ് അതിനെന്ത് ചെയ്യുന്നത്? ജിഹാദ് എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. മതാ കാന ദുൽമു വൽ ഇഅ്തിദാഉ വ മുഖാലഫതു ശർഇല്ലാഹി അസ്സ വജല്ല ഫിൽ ഹുക്മി അലൻ നാസ് ജിഹാദൻ ഫീ സബീലിഹി അസ്സ വജല്ല. എപ്പോഴാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദായത്? ജനങ്ങളുടെ മേൽ അന്യായമായി കൊണ്ട് കുഫർ വിധിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അവരുടെ മേൽ അതിക്രമം കാണിക്കുക എന്നുള്ളതും ഇതെല്ലാം എപ്പോഴാണ് ജിഹാദായി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദായിരിക്കുന്നത്? ഇത് അത്ഭുതമാണ് എന്ന് മുസന്നിഫ് പറയുകയാണ്. എന്നല്ല, ബൽ ഉസ്തുബീഹത്ത് മസാജിദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മസ്ജിദുകൾ വരെയും എന്ത് ചെയ്തിരിക്കുന്നു? ആക്രമിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വലം യകുൻ ലഹാ ഹുർമത്തുൻ ഇൻദ ഉലൈക തക്ഫീരിയീൻ, ഈ തക്ഫീറുകളുടെ അടുക്കൽ മസ്ജിദുകൾക്ക് യാതൊരു ഹുർമത്തുമില്ല, ബഹുമാന്യതയുമില്ല. ഫലാലിൽ അദാനി അല്ലദീ യുർഫഉ അലാ മനാഇരിഹ, അതിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന അദാനിനും ബാങ്കിനും എന്തില്ല, യാതൊരു വിലയും അവർക്കില്ല. തുറദ്ദദു ഫീഹി ഷഹാദത്താൻ, അവിടെ നിന്ന് ഷഹാദത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് മുഴക്കപ്പെടുന്നുണ്ട്. ദലാലത്തുൻ അലാ വുജൂദിൽ ഇസ്ലാം, ഇസ്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിലുള്ള തെളിവാണത് ഷഹാദത്ത് ഉറക്കെ പറയുക എന്നുള്ളത്. പക്ഷെ അവർക്ക് എന്തില്ല, ഒരു വിലയുമില്ല. ബലിൽ ഉമ്മത്തു ഇൻദഹും കുല്ലുഹാ ഖദ് ഇർതദ്ദത്, എന്നാൽ ഉമ്മത്ത് മുഴുവനും അവരുടെ അടുക്കൽ എന്ത് ചെയ്തിരിക്കുന്നു? മുർത്തദ്ദുകളായിരിക്കുന്നു. വആദത് ഇലാ ജാഹിലിയ്യ ഹിയ അശറു മിനൽ ജാഹിലിയ്യത്തി അല്ലതി കാനത് ഖബല ബിഅസത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുള്ള ജാഹിലിയ്യത്ത് എപ്രകാരമാണോ അതിനേക്കാൾ നാശകരമായ ജാഹിലിയ്യത്തിലേക്ക് മുഴുവൻ ജനങ്ങൾ ചെയ്തിരിക്കുന്നു, മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. മസാജിദുൽ ഉമ്മത്തി ഇൻദഹും അദ്ഹത് മസാജിദ ദിറാരിൻ യജിബു ഹജ്റുഹാ, അവരുടെ അടുക്കൽ മസ്ജിദുകൾ, ഈ ഉമ്മത്തിലെ മസ്ജിദുകൾ മസ്ജിദുൽ ദിറാറായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? വെടിയൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അതേപോലെ വഹജ്റു അഹ്ലിഹ, അതിലുള്ള ആളുകളെയും എന്ത് ചെയ്യണം? വെടിഞ്ഞു മാറ്റി നിർത്തണം. വലാ യജൂസു അൻ തുസല്ല ഫീഹാ അൽ ജുമുഅ വലൽ ജമാഅ, അവിടെ ജുമുഅയോ ജമാഅത്തോ നിർവഹിക്കപ്പെടാൻ പാടില്ല, അനുവദനീയമല്ല എന്നാണ് അവർ പറയുന്നത്. ഹത്താ അന്ന അഇമ്മതഹും യതഫാഖറൂന ബിഅന്നഹും ലാ യുസല്ലൂന അൽ ജുമുഅത വലൽ ജമാഅ, എത്രത്തോളം എന്നാൽ അവരുടെ നേതാക്കന്മാർ അവർ അഭിമാനത്തോടെ പറയും അവരെന്ത് ചെയ്യലില്ല, ജുമുഅയും ജമാഅത്തും നിർവഹിക്കലില്ല എന്ന് അഭിമാനത്തോടെ പറയും. കാരണം ഈ പള്ളികൾ എന്താണ്, അത് അവിടെ കുഫാറുകളാണുള്ളത് എന്നുള്ള കാരണത്താൽ. ഹത്താ അന്ന അഹദൽ മുഖ്തറീന ബിഹിം ജാ ഇലാ റഅസിൻ മിൻ റൂസി തക്ഫീരിയീൻ ഫീ വഖത്തിൽ ജുമുഅ, ഇവരുടെ കെടിയിലകപ്പെട്ട വഞ്ചനയിലകപ്പെട്ട ഒരാൾ ഇവരുടെ നേതാക്കന്മാരിൽ ഒരാളുടെ അടുക്കൽ ഈ തക്ഫീറുകളുടെ
നേതാക്കന്മാരിൽ ഒരാളുടെ അടുക്കൽ ജുമുഅ സമയത്ത് എന്ത് ചെയ്തു, ഒരിക്കലെത്തി. അങ്ങനെ ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഹദറത്തിൽ ജുമുഅ ഖും ബിനാ ലിനുസല്ലി, നമുക്ക് സമയമായി, ജുമുഅയുടെ സമയം, നമസ്കരിക്കാമെന്ന് ഈ നേതാവിനോട് പറഞ്ഞപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞു, അനലാ ഉസല്ലി അൽ ജുമുഅത വലൽ ജമാഅ, ഞാൻ ജുമുഅയും ജമാഅത്തൊന്നും തീരില്ല, നിസ്കരിക്കലില്ല, ഇയാദം ബില്ലാഹി മിനൽ ളലാൽ. അപ്പോൾ അത്രത്തോളം ചെയ്തിരിക്കുന്നു, ജുമുഅ വരെയും നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വരെയും അവരെത്തിയിരിക്കുന്നു. ബൽ ബലഗ ബിഹിമു ളലാലു അന്ന ബുയൂതല്ലാഹി യജിബു ഹദ്മുഹാ, എന്നല്ല, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, മസ്ജിദുകൾ പൊളിക്കപ്പെടണം എന്നുള്ളതിലേക്ക് വരെയും ഇവരുടെ വഴികേട് എത്തിയിട്ടുണ്ട്. വതഖ്തീലി അഹ്ലിഹാ ഇയാദം ബില്ലാഹി മിനൽ ളലാല, അതേപോലെ അവിടെയുള്ള ആളുകളെ കൊന്നൊടുക്കണം എന്നുള്ളതിലേക്ക് വരെ എന്ത് ചെയ്തു, ഇവരുടെ വഴികേട് അവരെ കൊണ്ടെത്തിച്ചു. വഹാഉലാഇ ദ്ദുല്ലാൽ അൽ മുഅ്തദൂൻ ഖദ് യതസത്തറൂന ഖൽഫ കലാമിൽ ഉലമാഇ ഫി തക്ഫീർ. ഇവിടെ അതിശയം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന വഴിപിഴച്ചതായ ആളുകൾ, അതിക്രമകാരികൾ, അവർ മറപിടിക്കുന്നത്, അവരുടെ ഈ തക്ഫീരിവാദത്തിന് മറപിടിക്കുന്നത് എന്താണ്? അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ കലാമുകളാണ് ഇവർ മറപിടിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യണത്, ഈ വലാലാത്തുകൾ പറയുന്നത്. വയഫ്ഹമൂനഹു അലാ ഗൈരി മഅന, അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ലാതെ അവരെന്ത് ചെയ്തിരിക്കുന്നു, അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു. വയുനസ്സിലൂനഹു അലാ ഗൈരി അഹ്ലി, അവരുടെ ആ വാക്കുകൾ അതിന് അർഹതപ്പെട്ടതല്ലാത്തതായ ആളുകളിൽ എന്ത് ചെയ്യുന്നു, ഇവർ ചുമത്തുന്നു. വയൻസിബൂന അൻഫുസഹും സൂറൻ വബുഹ്താനൻ വദുൽമൻ വഅ്തിദാഅൻ ഇലാ അഇമ്മത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവരെ ചേർക്കുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഇമ്മത്തുകളിലേക്ക് ഇവരെ ചേർക്കുകയാണ്. യഥാർത്ഥത്തിൽ അതെന്താണ്? അതിക്രമപരമാണ്. അത് എന്താണ്? ഒരു ബുഹ്താനാണ്, വ്യാജാരോപണമാണ്. ഒരിക്കലും എന്തില്ല, ഇവർക്ക് ഈ അഹ്ലു സുന്നയുടെ ഉലമാക്കളുമായിട്ട് എന്തില്ല, യാതൊരു ബന്ധവുമില്ല. ഇവർ അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ വാക്കുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, തെറ്റായ ആളുകളെ പഠിപ്പിക്കുകയും എന്നിട്ട് ഇവരാണ് അവരുടെ ആളുകൾ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. വഖദ് യുഖാബിലു ഹഉലാഇ മൻ യുഖാലിഫൂനഹും ബിത്തക്ഫീർ ലാകിൻ യത്തഹിമൂന ഉലമാ അഹ്ലി സുന്നത്തി ഹുമാത്തൽ അഖീദ. ഇങ്ങനെയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ യുഖാബിലു ഹഉലാഇ മൻ യുഖാലിഫൂനഹും ഫി തക്ഫീർ, തക്ഫീറിൻ്റെ കാര്യത്തിൽ അവർക്ക് എതിരുള്ളതായ ആളുകളോട് ഇവരെന്ത് ചെയ്യും, നേരിടും. എന്നല്ല, അഹ്ലുസുന്നയുടെ ഉലമാക്കളെ ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ദുരാരോപണങ്ങൾ അവരുടെ മേൽ നടത്തുകയും ചെയ്യും. തൗഹീദിനെ, അഖീദയെ സംരക്ഷിക്കുന്നതായ ഹുമാത്തുൽ അമാനിലി ബനിൽ ഇൻസാൻ, മനുഷ്യ മക്കളുടെ എന്താണ്, അവരുടെ സുരക്ഷിതത്വത്തിന് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതായ തൗഹീദിൻ്റെ അഖീദയുടെ സംരക്ഷകരായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കെതിരിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ വ്യാജാരോപണങ്ങൾ നടത്തുകയും ചെയ്യും. യത്തഹിമൂനഹും ബിത്തക്ഫീരി വൽ ഇർഹാബി വത്തദ്മീർ, അവർ തക്ഫീറുകളാണ്, അവർ എന്താണ്, ഇർഹാബികളാണ്, ഭീകരവാദികളാണ്, നാശകാരികളാണ്. ഇതൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ അഹ്ലുസുന്നയുടെ ഉലമാക്കളെ ഈ രീതിയിൽ നേരിടുകയും ചെയ്യും. ഫയുജാറൂന ഉലൈകൽ മുകഫിരീന ഫിൽ ഇഅ്തിദാഇ വദ്ദുൽമി ലിഉലമാഇ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾക്കെതിരിൽ അവരെന്ത് ചെയ്യുന്നു, അതിക്രമം കാണിക്കുകയും അവർ എന്ത് ചെയ്യുന്നു, ഈ മുകഫിരീങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇവർക്കെതിരെ അതിക്രമം കാണിക്കുകയും ചെയ്യുന്നു. വയത്തഫിഖൂന മഅൽ മുഅ്തദീന ഫി തക്ഫീരി ഫിൽ ഫഹ്മിൽ മഗ്ലൂത്തി ലികലാമിൽ ഉലമാഇർ റബ്ബാനിയീൻ, റബ്ബാനികളായ ഉലമാക്കളുടെ കലാമിനെ തെറ്റായി മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, തക്ഫീറുകൾ ഈ രീതിയിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കളോട് അതിക്രമം കാണിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ആണ് ഒന്നാമത്തെ രോഗം. ഇതാണ്, ഇത് വായിക്കൽ പ്രസക്തമാകുന്ന 2 രോഗങ്ങളുള്ള കാരണത്താലാണെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ രോഗം എന്താണ്? ഈ പറയുന്ന വളരെ വ്യാപകമായ രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, ഉമ്മത്തിന് മുഴുവനും തക്ഫീർ ചെയ്യുന്ന, കാഫിറാക്കുന്നതായ ഒരു വിഭാഗത്തിൻ്റെ പ്രചരണം. മറ്റൊന്ന് അമ്മദ്ദാ ഉസാനി, രണ്ടാമത്തെ രോഗം ഫഹുവ അദമു തക്ഫീരി മുത്ലഖ്, നിരുപാധികം ആരെയും കാഫിറാക്കാൻ പാടില്ല എന്നുള്ളതായ ചിന്തയാണ് രണ്ടാമത്തെ രോഗം. വലൗ ഇജ്തമഅത്തി ശുറൂത്ത്, എല്ലാ നിബന്ധനകളും ഒത്തൊരുമിച്ചാലും, വൻതഫത്തിൽ മവാനി, അവരെ കാഫിറാക്കാനുള്ളതായ ഒരു തടസ്സവുമില്ല, എല്ലാ തടസ്സങ്ങളും നീങ്ങി, കാഫിറാക്കാനുള്ള എല്ലാ നിബന്ധനകളും പൂർത്തിയായി, എന്നാൽ പോലുന്നില്ല അവരെ കാഫിറാക്കാൻ പാടില്ല എന്നുള്ളതായ ഒരു ചിന്താഗതിയുമുണ്ട്.
വതഹഖഖൽ കുഫ്ർ സ്വരീഹ്, വളരെ വ്യക്തമായ കുഫർ എന്ത് ചെയ്തു, അവർ കുഫർ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാവുകയും ചെയ്തു. എന്നാലും അവരെന്ത് ചെയ്യില്ല, കാഫിറാക്കുകയില്ല എന്നുള്ളതായ ഒരു ചിന്താഗതി. വഇൻ ഇർതഖൽ ഹാലു ബിബഅദിഹിം കഫറ കുഫ്റൻ ആമ്മൻ, ഇനി അത് അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകൾ, അവരിൽ ചില ആളുകളുടെ അവസ്ഥകൾ അപ്പോൾ എന്ത് ചെയ്യും, ആമ്മായിട്ട് പൊതുവായിട്ട് എന്ത് ചെയ്യും, കാഫിറാക്കും. എന്നാൽ അമ്മൽ മുഅയ്യൻ ഇൻദഹു ഫലാ യുകഫർ, വളരെ കൃത്യമായ രീതിയിൽ കുഫറിൽ അകപ്പെടുകയും അവരെ കാഫിറാക്കാനുള്ള എല്ലാ നിബന്ധനകളും പൂർത്തിയായി, തടസ്സങ്ങളൊന്നുമില്ല, എന്നാലും ഇവരെന്ത് ചെയ്യൂല, വ്യക്തികളെ കാഫിറാക്കുകയില്ല. വലൗ ജാഅ ബിമാ ജാഅ മിനൽ മുകഫിറാത്തി, അവർ എത്ര തന്നെ മുകഫിറാത്തുകൾ കൊണ്ടുവന്നാലും, വലൗ തഹഖഖത്തി ശുറൂത്ത്, എല്ലാ ശുറൂത്തുകളും പാലിക്കപ്പെട്ടാലും, വലൗ ഇൻതഫത്തിൽ മവാനി, എല്ലാ തടസ്സങ്ങൾ നീങ്ങിയാലും, ബൽ ലൗ നാദ അലാ നഫ്സിഹി ബിൽ കുഫർ, ഒരാൾ സ്വയം വന്നിട്ട് ഞാൻ കാഫിറാണെന്ന് പറഞ്ഞാൽ പോലും അവനെന്ത് ചെയ്യാൻ പാടില്ല, കാഫിറാക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ വാദം. യഖൂൽ, അവൻ പറയും, ലാ ഉകഫിറുഹു ഐന, വ്യക്തികളെ ഞാൻ എന്ത് ചെയ്യില്ല, കാഫിറാക്കുകയില്ല. ബൽ ഹാദാ കുഫ്റു നൗഇൻ, എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇത് വേറൊരു കുഫറാണ്. ഞാൻ കാഫിറാണെന്ന് പറയുന്ന ഒരാളെ കാഫിറാക്കാതിരിക്കുക എന്നുള്ളത് തന്നെ എന്താണ്, യഥാർത്ഥത്തിൽ അത് തന്നെ വേറൊരു കുഫറാണ്. വഹാദാ മിൻ അഖ്ബസിൽ അഖ്വാൽ, ഇത് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ്. അതേപോലെ മിൻ അഖ്ബസിൽ അഖ്വാലി വഅഫ്സദിഹ, ഏറ്റവും നാശകരമായ ഒരു വാക്കുമാണത്. വഅദമിഹ ശർറൻ, വളരെ ഗുരുതരമായ നാശമുണ്ടാക്കുന്നതുമാണ് ആ വാക്യം. വഹുവ മുഖാലഫത്തൻ സ്വരീഹത്തൻ ലി അദില്ലത്തിൽ കിതാബി വസുന്ന, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അദില്ലത്തുകളോട് വളരെ വ്യക്തമായ എതിർ കാണിക്കുന്ന ഒരു വാക്കുമാണ് ഈ പറഞ്ഞ വാക്ക്. വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫുകൾ ഏകോപിച്ചതായ ഒന്നിന് വിരുദ്ധമാണ് ഇവരുടെ ഈ വാക്ക്. വകമാ ഫഅലൽ അവ്വലൂന ഖദ് യജ്തമിഉ ഹഉലാഇ ബികലാമിൻ ലിബഅദി അഇമ്മത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ, ആദ്യ കൂട്ടരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ചില ഉലമാക്കളുടെ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുപിടിക്കുന്നുണ്ട്. യഫ്ഹമൂനഹു അലാ ഗൈരി വജ്ഹിഹി, അതിനെ ശരിയല്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. വയുനസ്സിലൂനഹു അലാ ഗൈരി അഹ്ലി, അത് അതിനർഹതപ്പെടാത്തതായ ആളുകളുടെ മേൽ അവരെന്ത് ചെയ്യുന്നു, ചുമത്തുന്നു. ഫഹഉലാഇ ഖദ് തറകു അൽബാബ ലികുല്ലി ളാല്ലിൻ വമുൽഹിദിൻ അൻ യഖൂൽ മാ ഷാ വഹുവ ആമിനുൻ മിൻ ഹുമാത്തിൽ അഖീദത്തി അൻ യുകഫിറൂഹു ഔ യുബയ്യിനു ഖുറൂജഹു അൻ ദീനിൽ ഇസ്ലാം. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവർ എല്ലാവിധ വലാലത്തിൻ്റെ വാതിലും എന്ത് ചെയ്തിരിക്കുകയാണ്, തുറന്നിട്ടിരിക്കുകയാണ് ഇത് മുഖേന ചെയ്യുക. എല്ലാ മുൽഹിദീങ്ങൾക്കും, അള്ളാഹുവിനെ മതത്തെ നിഷേധിക്കുന്ന ആളുകൾക്കും തോന്നുന്നത് പറയാം, ഒരു കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിന് എന്ത് ചെയ്തിരിക്കുന്നു, അവർക്ക് വലാലത്തിൻ്റെ വാതിലുകൾ എന്ത് ചെയ്യുകയാണ്, തുറന്നിട്ട് കൊടുക്കുകയാണ് ഇത് മുഖേന ചെയ്യുന്നത്. അവരെന്ത് ചെയ്യാൻ പാടില്ല, പ്രാരോപിക്കാൻ പാടില്ല എന്നുള്ള കാരണത്താൽ. അതുകൊണ്ട് ഫഅദുമത്തിൽ ജുർഅതു അലാ ദീനില്ല, അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ എന്ത് തോന്നിവാസവും പറയാനുള്ളതായ അവരുടെ ധൈര്യം എന്ത് ചെയ്തിരിക്കുന്നു, അത് വർദ്ധിച്ചിരിക്കുന്നു. വഅദുമത്തിൽ ജുർഅതു അലാ ഉലമാഇൽ മുസ്ലിമീൻ വദാക ഇഫ്തിറാഉ അദീമുൻ, അതുപോലെ മുസ്ലിം ഉലമാക്കളുടെ മേലിലും എന്തും ആരോപിക്കാം എന്നുള്ളതായ ധൈര്യവും എന്ത് ചെയ്തിരിക്കുന്നു, അവർക്കത് മുഖേന വന്നിരിക്കുന്നു. വമിൻ ഹുന വജബ അൻ യുബയ്യന മൻഹജുൽ ഇഅ്തിദാൽ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇഅ്തിദാലായ ചൊവ്വായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വഴി ഏതാണ് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഫി മസായിലിൽ അസ്മാഇ വൽ അഹ്കാം, ഈ പറയുന്നതായ തക്ഫീറിൻ്റെ കാര്യത്തിലും അതിൻ്റെ വിധിയുടെ കാര്യത്തിലും, വഫിൽ ഹുക്മി ബിത്തക്ഫീരി അലാ വജ്ഹിൽ ഖുസൂസ്, പ്രത്യേകമായ രീതിയിൽ തക്ഫീർ ആരോപിക്കുന്നതിൻ്റെ വിധിയെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഹ്ലുസുന്നയുടെ വഴി ഏതാണ് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. വകാന മിൻ ഹഖ്ഖി ഉലമാഇ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി അലൈനാ അൻ നുബയ്യിന മഅന കലാമിഹിം ബയാനൻ സ്വഹീഹൻ, അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കളോടുള്ളതായ ബാധ്യതയിൽ, നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവരുടെ കലാമിന് എന്ത് ചെയ്യണം, ശരിയായി നാം വിശദീകരിച്ചു കൊടുക്കണം. അത് അവരോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. ഫഇന്ന കലാമഹും യുവാഫിഖു മാ ഫിൽ കിതാബി വസ്സുന്ന, അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ വാക്യങ്ങൾ ഖുർആനിനും സുന്നത്തിനും അനുയോജ്യമായതാണ്, അതിലൊന്നുണ്ടാവില്ല. ഈ പറയുന്ന രണ്ടു കൂട്ടർക്കുമുള്ളതായ തെളിവ് യഥാർത്ഥത്തിലില്ല. വഫീഹിൽ അദ്ലുത്താം, അതിൽ സമ്പൂർണമായ
നീതിയേ ഉള്ളൂ. അഖദം മിൻ അസ്ലിഹി വഫീഹിൽ ഹക്മത്തുൽ മുസ്തഫാദത്തു മിൻ അദില്ലത്തിൽ കിതാബി വസുന്ന. അടിസ്ഥാനപരമായി എന്ത് ചെയ്തിരിക്കുന്നു? അടിസ്ഥാനങ്ങളിൽ നിന്നാണ് അവരെടുത്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ദലീലുകളിൽ നിന്ന് എന്താണ് പ്രയോജനമെടുക്കുന്ന രീതിയിലുള്ളതായ വാക്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരുടെ സംസാരങ്ങളുള്ളൂ. അതുകൊണ്ട് അവരുടെ സംസാരങ്ങൾ ശരിയായി വിശദീകരിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. വഹാദിഹിൽ റിസാലത്തുല്ലത്തി ബൈന ഐദീന മാ ഫീഹാ അദീമുൻ നഫഇ ഇല്ലാ അന്ന തക്ഫീരി. അപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ള ഈ ഗ്രന്ഥത്തിൽ ധാരാളം നേട്ടങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. പക്ഷേ തക്ഫീരിയങ്ങൾ ഇല്ല അന്ന തക്ഫീരീന യൻഷുറൂനഹ, അവർ ഈ ഗ്രന്ഥത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. യഫസ്സിറൂനഹ അലാ ഗൈരി വജ്ഹിഹ, അതിൻ്റെ ശരിയല്ലാത്തതായ രൂപത്തിൽ അവരതിനെന്ത് ചെയ്യുന്നു? വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വഅലാ ഗൈരി മുറാദിൽ മുഅല്ലഫി റഹിമഹുല്ലാഹ് മിൻഹ, ഇത് മുഖേന എന്താണോ ഗ്രന്ഥരചയിതാവ് ഉദ്ദേശിക്കുന്നത് അതല്ലാത്ത ഗ്രന്ഥരചയിതാവിൻ്റെ ഉദ്ദേശമല്ലാത്തതിനെയാണ് അവരെന്ത് ചെയ്യുക? അത് മുഖേന പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് വനുഖദ്ദിമു ബൈന യദൈ ശർഹി ഹാദിഹി റിസാലത്തി മുഖദ്ദിമാത്തുൻ ലാ ബുദ്ദ മിൻഹാ ഫീ ഹാദൽ ബാബ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ചില മുഖദ്ദിമകൾ ഈ റിസാല തുടങ്ങുന്നതിന് മുമ്പ് നാം എന്ത് ചെയ്യാണ്? സമർപ്പിക്കുകയാണ്. വമൻ ലം യഅരിഫ്ഹാ യഖഉ ഫി സലലി വലാ ബുത്ത്, അത് അറിയാത്തയാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി അവൻ എന്ത് ചെയ്തിരിക്കും? പിഴവിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ചില മുഖദ്ദിമകൾ എന്ത് ചെയ്യാണ്? മുസന്നിഫ് റഹിമഹുല്ലാഹ് ഹഫിളഹുല്ലാഹ് ഇവിടെ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നതിന് മുമ്പ് സമർപ്പിക്കുകയാണ്. ബാങ്കത്രേന 25 അമ്മൽ മുഖദ്ദിമത്തുൽ ഊല, ഒന്നാമത്തെ മുഖദ്ദിമ. ഫനബ്ദഉഹാ ഫീ തഫ്സീരി ഉൻവാനിൽ റിസാല നവാഖിദുൽ ഇസ്ലാം. ഇതിൽ ഒന്നാമത്തെ മുഖദ്ദിമയിൽ ഈ റിസാലയുടെ ടൈറ്റിൽ നവാഖിദുൽ ഇസ്ലാം എന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. ഫന്നവാഖിദു ജംഉ നാഖിദ്, നാഖിദ് എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണെന്ത്? നവാഖിദ്. വകാന ഹാദൽ ജംഉ അലാ ഫവാഇൽ, ഫവാഇൽ എന്ന രൂപത്തിലാണ്, ഭാഷാപരമായ കാര്യമാണ് പറയുന്നത്, ഈ ജംഅ രൂപപ്പെട്ടിരിക്കുന്നത്. ലിഅന്നഹു ജംഉൻ ലിമാ ലാ യഅഖിൽ, അതായത് എന്താണ്? വസ്തുക്കളുടെക്ക് നൽകുന്നതായ ജംഇനാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്? മനുഷ്യർക്ക് മറ്റും ഉപയോഗിക്കുന്നതല്ല, അതല്ലാത്തതായ വസ്തുക്കൾക്ക് നൽകുന്നതായ ജംഇന് ഉപയോഗിക്കുന്നതാണ് ഫവാഇൽ എന്നുള്ളതായ രൂപം. ആ രൂപത്തിലാണ് എന്താണ് നാഖിദ് എന്നുള്ളതിൻ്റെ ജംഅ നവാഖിദ്, ഫവാഇൽ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. വമാ ലാ യഅഖിൽ യുജ്മഉ അലാ ഫവാഇൽ ജംഉ തക്സീർ. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കളുടെ ജംഅകൾ ഫവാഇൽ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ജംഉ തക്സീറായിട്ട് രൂപപ്പെടുക. ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വന്നാഖിദ്, നാഖിദ് എന്നുള്ളത് ഇസ്മു ഫാഇലിൻ മിനൻ നഖദ്, നഖദ് എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിലാണ്. നഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുറിക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. മുറിക്കൽ എന്നുള്ള അർത്ഥത്തിനുള്ളതാണ്. അതിൽ നിന്ന് മുറിക്കുന്നത് എന്നുള്ളതാണ് ഇസ്മു ഫായിൽ. മുറിച്ചു കളയുന്നത് എന്നർത്ഥം കിട്ടുന്ന ഇസ്മു ഫായിലാണ്. നഖദിൽ നിന്നുള്ള ഇസ്മു ഫായിലാണ് നാഖിദ്. വന്നഖദു ഖിലാഫുൽ ഇബ്റാം, ഇബ്റാമിൻ്റെ നേർ വിപരീതമാണ്, ഓപ്പോസിറ്റ് പദമാണെന്ത്? നഖദ്. ഇബ്റാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കൂട്ടി യോജിപ്പിച്ച് ഉറപ്പിക്കലാണെന്ത്? ഇബ്റാം. അപ്പോൾ അതിന് നേരെ വിപരീതം എന്താണ്? കൂട്ടിച്ചു കളയൽ. അതാണ് നഖദ്. നഖദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇബ്റാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ബന്ധിപ്പിക്കലാണ്, കെട്ടലാണ്. നഖദ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? കെട്ടഴിക്കുക, പൊട്ടിക്കുക എന്നുള്ളതാണ്. വഹുവൽ ഹല്ലു ലിൽ മഅഖൂദി, കെട്ടപ്പെട്ടതിനെ അഴിക്കലാണെന്ത്? നഖദ്. അന്നഖദ് ഹുവൽ ഹല്ലു ലിൽ മഅഖൂദ്. അപ്പോൾ നഖദ് എന്ന് പറഞ്ഞാൽ മഅഖൂദായതിനെ, കെട്ടിയിരിക്കുന്നതിന് എന്ത് ചെയ്യുക? അഴിക്കലാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സ്ത്രീയെ പോലെയാകരുത്. അവർ എന്ത് ചെയ്തിരിക്കുന്നു? നൂല് നെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. വസ്ത്രം പിന്നെ വളരെ പാടുപെട്ട് പണിപ്പെട്ട് വളരെ ശക്തമായി എന്ത് ചെയ്തിരിക്കുന്നു? നൂൽ നെയ്ത് ഇങ്ങനെ വസ്ത്രമാക്കി നെയ്ത് നല്ല ശക്തിയിൽ എന്ത് ചെയ്തു? അതിനെ കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം അതിനെ അഴിച്ചു വിട്ടു. എല്ലാ നെയ്ത്തും ചെയ്തു അതിനൊരു വള്ളി നൂല് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് അഴിഞ്ഞു പോകും. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആകരുത്. നിങ്ങൾ പണിയെടുത്ത പണികളെല്ലാം ബാത്തുലാക്കി കളയുന്ന പണി നിങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യരുത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നഖദത് ഗസ്ലഹ. ഗസ്ൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൂൽ നെയ്തതാണ്.
നൂല് കൊണ്ട് നെയ്ത്, അതിനെ നഖ്ള് ചെയ്യുന്ന സ്ത്രീയെ പോലെ ആകരുത്. അതിനെ പൊട്ടിച്ച് കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന സ്ത്രീകളെ പോലെ. നമ്മുടെ നാടുകളിൽ പറയില്ല, എന്താണ് ഒരു മറ്റൊരു ഭ്രാന്തൻ്റെ കാര്യം പറയില്ല എന്ന് പറഞ്ഞ പോലെ, അതുപോലെ നിങ്ങളാകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച പദം ഏതാണ്? നഖദ എന്നുള്ളതാണ്. ഫഅഖദതുഹു വഫതലതുഹു വജഅലതുഹു ഖവിയ്യ. ആ സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ നെയ്ത് കെട്ടുമുറുക്കി നല്ല ശക്തമാക്കി. എന്നിട്ട് സുമ്മ ഹല്ലത്തുഹു, പിന്നെ അതിനെന്ത് ചെയ്തു? അഴിച്ചു കളഞ്ഞു. അതുപോലെ മറ്റൊരായത്തിൽ കാണാം, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹ. നിങ്ങൾ സത്യം ചെയ്തതിന് ശേഷം, സത്യം ചെയ്തു, ഉറപ്പിച്ച് സത്യം ചെയ്തു, അതിനുശേഷം പിന്നെ അത് ചെയ്യാൻ പാടില്ല. ആ സത്യം അത് പൊട്ടിച്ചു കളയാൻ പാടില്ല, അതിൽ നിന്ന് അത് ലംഘിക്കാൻ പാടില്ല എന്നർത്ഥം. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ്, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖ്. അള്ളാഹുമായിട്ട് കരാർ ചെയ്തതിന് ശേഷം അതിനെ മുറിക്കുന്ന ആളുകൾ. അവിടെ എന്താണ്? കരാർ മുറിക്കുന്നതിനെ സംബന്ധിച്ചും ഈ നഖദ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൻ അന്നഖദു ലുഗത്തൻ, ഭാഷയിൽ നഖദ് എന്ന് പറഞ്ഞാൽ, വശർഅൻ അതേപോലെ തന്നെ ശരീഅത്തിന്റെ ഭാഷയിൽ നഖദ് എന്ന് പറഞ്ഞാൽ വഹല്ലുൻ ബഅദ അഖ്ദിൻ, കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? അഴിക്കുന്നതിനാണ് ഭാഷയും അതേപോലെ തന്നെ സാങ്കേതികമായും എല്ലാം എന്ന് പറയുന്നത് നഖദ് എന്ന് പറയുന്നത്. വഹാദ വലിഹാദ യഖൂലുൽ ഫുഖഹ. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറയുന്ന നവാഖിദുൽ വുദു, വുദു മുറിയുന്ന കാര്യങ്ങൾ, ഐ അൽ അഹദാഥു അല്ലതി തഖഉ അഖബൽ വുദു ഫതുബ്തുലുൽ വുദു. അതായത് ഒരാൾ വുദു എടുത്തതിന് ശേഷം അതിനെ മുറിച്ച് കളയുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് നവാഖിദുൽ വുദു എന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. വൽ മഅലൂമു അന്ന മൻ അതാ ബിശഹാദതൈൻ. അറിയപ്പെട്ട കാര്യമാണ്, ആരെങ്കിലും ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്ത്, രണ്ട് ഷഹാദത്തുമായി ഒരാൾ വന്നു, എന്നാൽ ഖദ് അഖദൽ ഇസ്ലാം, അവൻ എന്തിരിക്കുന്നു? മുസ്ലിമായിരിക്കുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വസബത്ത ലഹുൽ ഇസ്ലാം, ഇസ്ലാം അവനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ثم إنه بعد ذلك قد يأتي بما ينقص إسلامه مع بقاء أصله وقد يأتي بما ينقضه ويحله ويبطله بالكلية. ഇങ്ങനെ സംഭവിച്ചാലും അതിനുശേഷം എന്ത് ചെയ്യാം? ചിലപ്പോൾ അവൻ ഇസ്ലാമിന് അതിൻ്റെ അടിസ്ഥാനം അവശേഷിക്കുന്നതിനോടുകൂടെ അതിന് ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ പൂർണ്ണമായും അതിനെ മുറിച്ച് കളയുന്ന, അഴിച്ചു കളയുന്ന, ബാത്തുലാക്കി പൂർണ്ണമായും ഇല്ലാതെയാക്കി കളയുന്ന നവാഖിദുകളും എന്ത് ചെയ്യാം? സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നാൽ അതിനെ ഒന്നുകിൽ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പൂർണ്ണമായും അത് ഇല്ലാതെയാക്കി കളയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അറിയപ്പെട്ട കാര്യമാണ്. വത്തഅബീറു ബിനഖ്ദിൽ ഇസ്ലാമി മുസ്തഖീമുൻ ലുഗത്തൻ അലാ മാ ഫഹിംനാ മിനൽ മഅന വശർഅൻ അലാ മാ ഫഹിംനാ മിനൽ മഅന വമുസ്തഅമലുൻ ഇൻദ സലഫി സ്വാലിഹി റളിയല്ലാഹു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ എന്താണ്? നവാഖിദുൽ ഇസ്ലാം എന്നുള്ളത് ഭാഷയിൽ ശരിയായൊരു പ്രയോഗമാണ്. നവാഖിദുൽ ഇസ്ലാം എന്നുള്ളത് അത് ഭാഷാപരമായും അതേപോലെ തന്നെ എന്താണ് ശരീഅത്തിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിലും, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ എന്താണ്? ശരിയായൊരു പ്രയോഗമാണ്. അത് അതേ പ്രകാരം തന്നെ സലഫു സ്വാലിഹീങ്ങളായ ആളുകളും അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്രകാരം ഉപയോഗിച്ചിട്ടുണ്ട്. നവാഖിദുൽ ഇസ്ലാം എന്നുള്ളതായ ആ പ്രയോഗം എന്താണ്? ശരിയായ പ്രയോഗമാണ്. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്നഹു ജാഅ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഖദറു നിദാമു തൗഹീദ്. ഖദറിലുള്ള വിശ്വാസമാണ് തൗഹീദിൻ്റെ നിദാം, അതിൻ്റെ കോർവ, അതിൻ്റെ എന്താണ് അടിത്തറ. ഫമൻ വഹദ അല്ലാഹ അസ്സ വജൽ, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചു, വആമന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുകയും ചെയ്തു, ഫഹിയൽ ഉർവത്തുൽ വുസ്ഖാ, അതാണെന്ത്? ബലിഷ്ഠമായ കയർ, അല്ലത്തി ലം ഫിസാമ ലഹ, അത് എന്തിയൂല, പൊട്ടിപ്പോവുകയില്ല. വമൻ വഹദ അല്ലാഹ തആല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചു, വകദ്ദബ ബിൽ ഖദർ, എന്നിട്ട് ഖദർ നിഷേധിക്കുകയും ചെയ്താൽ, നഖദ തൗഹീദ്, തൗഹീദ് എന്ത് ചെയ്തു? മുറിഞ്ഞു പോയി. അപ്പോൾ ഈ പ്രയോഗം ആര് നടത്തിയിട്ടുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തി. അപ്പോൾ ഈ പ്രയോഗം എന്താണ്? അത് ഭാഷാപരമായും സാങ്കേതികമായും ശരിയാണ്. സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബികളടക്കം എന്താണ് ഉപയോഗിച്ചൊരു പദമാണ്. റവാഹുൽ ഫിർയാബി ഫിൽ ഖദരി വഗൈറു. ഇത് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് ഇമാം ഫിർയാബി റഹിമഹുള്ളയാണ്.
അപ്പോൾ നാക്കിൽ എന്താണെന്നാണ് പറഞ്ഞത്, നവാക്കിൽ എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വഅമ്മൽ ഇസ്ലാം, ഇസ്ലാം എന്നുള്ളത് ഫൽ ഇസ്ലാമു ബഅദ ബിഅസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ദീനുൽ ലദീ ബുഇസ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന്, നിയോഗത്തിന് ശേഷം ഇസ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊന്നുമായി കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടത് ആ ഒന്നിനാണെന്ന് പറയുക ഇസ്ലാം എന്ന് പറയുക. ആമായിട്ട് പൊതുവായിട്ട് എന്താണ്, എല്ലാ അമ്പിയാക്കളും കൊടുത്തത് എന്താണ്, ഇസ്ലാമാണ്. എന്നാൽ ഖാസായി പറയുമ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതായ ദീനിനാണ് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുക. വറദിയഹുല്ലാഹു ലിജമീഇൽ ജിന്നി വൽ ഇൻസി, മുഴുവൻ ജിന്ന് മനുഷ്യവർഗങ്ങൾക്കും അള്ളാഹു തൃപ്തിപ്പെട്ടു കൊടുത്ത ദീനുമാണത്. വലാ യഖ്ബലു ദീനൻ സിവ, വേറൊരു ദീനെയും അള്ളാഹു ദീനില സ്വീകരിക്കുകയില്ല. വഹുവ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിക്കലാണ്, കീഴൊതുങ്ങലാണ് എന്ത്, ഇസ്ലാം. അങ്ങനെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് കീഴ്പ്പെട്ടാൽ മാത്രം മതിയോ, വരാ വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അവൻ്റെ കൽപ്പനകളെയും വിരോധങ്ങളെയും എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വൽ ഖുലൂസു മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് എന്ന് പറയുക ഇസ്ലാം എന്ന് പറയുക. അതിൻ്റെ നിർവചനമാണ് തൗഹീദ് അംഗീകരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും വിരോധങ്ങളെയും പാലിച്ചുകൊണ്ട് അവനെ അനുസരിക്കുക, അതേപോലെ തന്നെ ശിർക്കിനെ വെടിയുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാം. അൽ ഇസ്തിസ്ലാം, ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ ഫൽ ഇസ്ലാമു ഹുവ തസ്ലീമുൽ മുത്ലഖു ലില്ലാഹി അസ്സ വജൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി നിരുപാധികം അള്ളാഹുവിന് സമർപ്പിക്കുക, കീഴടങ്ങുക, അതാണ് എന്ന് പറയണേ ഇസ്ലാം എന്ന് പറയുന്നത്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ഫൽ ഇസ്തിസ്ലാമു ലിഗൈരില്ലാഹി ലൈസ ഇസ്ലാം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ ഒരാൾ കീഴൊതുങ്ങിയാൽ അതെന്തല്ല, ഇസ്ലാമല്ല. അള്ളാഹുവിനായിരിക്കും സമ്പൂർണമായ നിരുപാധികമായ കീഴൊതുക്കം, അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി ഫൽ ഇസ്തിസ്ലാമു ലില്ലാഹി വലിഗൈരിഹി ലൈസ ഇസ്ലാമ. അപ്പോൾ തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുന്നു, അള്ളാഹു അല്ലാത്തവനും ഇങ്ങനെ കീഴൊതുങ്ങുക എന്നുള്ളത്, അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവനും അപ്പോൾ ഇവിടെ തൗഹീദ് കൊണ്ട് കീഴൊതുങ്ങുക എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനും കീഴൊതുങ്ങുന്നു, വേറൊരാൾക്കും ഈ രീതിയിൽ കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ അതെന്താവൂല, ഇസ്ലാമാവുകയില്ല. അപ്പോൾ തൗഹീദ് ഇബാദത്ത് പൂർണ്ണമായി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവനാകണം, എന്നാൽ മാത്രമേ എന്താവുള്ളൂ, അത് ഇസ്ലാമായി തീരുകയുള്ളൂ. ഇതൻ അൽ ഇസ്തിസ്ലാമു ലിഗൈരില്ലാഹി ലൈസ ഇസ്ലാമ, അള്ളാഹു അല്ലാത്തവരുടെ മുന്നിലുള്ള കീഴൊതുക്കം അത് എന്തല്ല, ഇസ്ലാമല്ല. വൽ ഇസ്തിസ്ലാമു ലില്ലാഹി വലിഗൈരില്ലാഹി ലൈസ ഇസ്ലാം, അള്ളാഹുവിനും അതല്ലാത്തവർക്കുമുള്ളതായ ഈ പറയുന്ന സമർപ്പണം അതൊരിക്കലും ഇസ്ലാമല്ല. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് അവന് കീഴപ്പെടണം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ താഅത്തുല്ലാഹി അസ്സ വജല്ല വതാഅത്തു മൻ അമറല്ലാഹു അസ്സ വജല്ല ബിത്വാഅത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, ആരെയെല്ലാം അനുസരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ അവരെ എന്ത് ചെയ്യുക, അനുസരിക്കുക. ഇതാണ് അള്ളാഹുവിനുള്ള അനുസരണം. ഫഇന്നഹാ ത്വാഅത്തുൻ ലില്ലാഹ്, അപ്പോൾ അതാണ് അള്ളാഹുവിനുള്ള ത്വാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ അത്വാഅനി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ഫഖദ് അത്വാഅ അല്ലാഹ്, അവൻ എന്ത് ഇരിക്കുന്നു, അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ അസ്വാനി ഫഖദ് അസ്വല്ലാഹ്, ആരെങ്കിലും എൻ്റെ അനുസരണക്കേട് കാണിച്ചാൽ അള്ളാഹുവിനോട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു ആരെയെല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞു അവരെന്ത് ചെയ്യുക, അനുസരിക്കുക. വൽ ഖുലൂസു മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് മോചനം നേടുക എന്ന് പറഞ്ഞാൽ ലാ ബുദ്ദ മിനൽ കുഫ്രി ബിത്താഗൂത്ത്, എന്നാലും മുസ്ലിം ആവുള്ളൂ. ഒരാൾ തൗഹീദ് അംഗീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി, അവനെ അംഗീകരിച്ചു, അള്ളാഹുവിന് മാത്രം ഇബാദത്തും ചെയ്യുന്നു, എന്നാലും എന്താവൂല, മുസ്ലിം ആവൂല. മുസ്ലിം ആകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലാ ബുദ്ദ മിനൽ കുഫ്രി ബിത്താഗൂത്ത്, അള്ളാഹുവിന് അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകൾ എന്ത് ചെയ്യണം, കുഫർ ചെയ്യണം. അത് അനിവാര്യമായ കാര്യമാണ്. വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്, അടിസ്ഥാനപരമായ നിബന്ധനയാണ്. ലാ ബുദ്ദ മിനൽ ബറാഅത്തി മിനൽ ശിർക്കി വമിനൽ മുശ്രിക്കീൻ, ശിർക്കിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്, ബറാഅത്ത് അനിവാര്യമാണ്. അലൽ മഅന സ്വഹീഹ് അല്ലദീ സയഅതീന ഇൻഷാ അല്ലാഹ്, ശരിയായ അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അത് ശേഷം എന്ത് ചെയ്യും, വിവരിക്കും. കമാ യദ്ഖുലു ഫിൽ ഖുലൂസി മിനൽ ശിർക്കി, ശിർക്കിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് അതിൽ പ്രവേശിക്കും. അസ്സലാമത്തു മിൻ നവാഖിദിൽ ഇസ്ലാം,
നവാഖിദുൽ ഇസ്ലാം പറയപ്പെടാൻ പോകുന്ന നവാഖിദുൽ ഇസ്ലാമിൽ നിന്ന് സുരക്ഷിതമാവുക എന്നുള്ളതിൽ പെട്ടതാണ്. ശിർക്കിന് വെടിയുക എന്നുള്ളതിൽ പെട്ടതാണ്. ഫഇന്നഹു മൻ തലബ്ബസ ബിനാഖിദിൻ മിൻ നവാഖിദുൽ ഇസ്ലാം വഹുകിമ അലൈഹി ബിഅസരി ലൈസ മുസ്ലിമ. അപ്പോൾ പറയപ്പെടാൻ പോകുന്ന ഏതെങ്കിലും നാഖിദുകൾ അത് ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെന്താവില്ല, മുസ്ലിം ആവുകയില്ല. അതിൻ്റെ അസർ കൊണ്ട് ഒരാളുടെ മേൽ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെന്തല്ല, മുസ്ലിം ആവില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് മോചനം നേടലാണ് എന്ന് പറഞ്ഞാൽ നവാഖിദുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എന്താണ്, അതിൽപ്പെട്ടതാണെന്ന് അർത്ഥം. ഹാദാ മഅനൽ ഇസ്ലാം, ഇതാണ് ഇസ്ലാമിൻ്റെ അർത്ഥം. ഇദൻ അൽ ഇസ്ലാമു ലാ ബുദ്ദ ഫീഹി മിൻ അംറൈനി അദീമൈൻ. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ലാ ബുദ്ദ ഫീഹി മിനൽ ഈമാൻ, ഒന്ന് വിശ്വാസമാണ്. വലാ ബുദ്ദ ഫീഹി മിനൽ കുഫ്രി ബിമാ യുദാദ്ദു, മറ്റൊന്ന് അതിന് വിപരീതമായതിനെ അവിശ്വസിക്കുകയും ചെയ്യണം. അപ്പോഴെന്താ ഉള്ളൂ, ഇസ്ലാമാവുകയുള്ളൂ. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലിനെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും താഗൂത്തുകൾ വെടിയണമെന്നും പറയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനി, അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിന് കുഫ്ർ ചെയ്യുകയും ചെയ്താൽ, എന്നാൽ ഹറുമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്, അപ്പോഴാണ് അവൻ്റെ രക്തവും അവൻ്റെ സമ്പത്തും പവിത്രമാവുക, നിഷിദ്ധമാവുക. അവൻ്റെ ഹിസാബ് ആരുടെ അടുക്കലായിരിക്കും, അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും. കമാഇൻദ മുസ്ലിമിൻ ഫി സ്വഹീഹ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് പോലെ ഫലാ ബുദ്ദ മിൻ ഈമാനിൻ വകുഫ്രിൻ ബിമാ യുദാദ്ദു. അപ്പോൾ ഈമാനും വേണം, അതിന് വിപരീതമായതിനെ കുഫ്ർ ചെയ്യുക എന്നുള്ളതും വേണം. അപ്പോഴാണ് ഇസ്ലാം ആവുകയുള്ളൂ. വൽ ഇസ്ലാം വൽ ഈമാനു ലഫ്ളാനി ശർഇയ്യാനി ഇദാ ഇജ്തമഅ ഇഫ്തറഖാ വഇദാ ഇഫ്തറഖാ ഇത്തഹദാ. ഇസ്ലാമും ഈമാനും എന്നുള്ള ഈ രണ്ട് പദങ്ങൾ അത് എന്താണ്, ശരീഅത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പദങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇദാ ഇജ്തമഅ ഇഫ്തറഖാ, അതെവിടെയെങ്കിലും ഒരേ സ്ഥലത്ത് രണ്ടിനെയും ഒന്നിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്, ഇഫ്തറഖ, അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം എന്തായിരിക്കും, വേറെ വേറെയായിരിക്കും. എന്നാൽ എന്താണ്, വഇദഫ്തറഖ ഇത്തഹദ, അത് ഒന്ന് മാത്രമേ ഒരിടത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇത്തഹദ, അതിലെന്തുണ്ടോ, രണ്ടിൻ്റെയും അർത്ഥം അവിടെ വരും. അപ്പോൾ ഒരിടത്ത് ഇസ്ലാമും ഈമാനും ഒന്നിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിന് രണ്ടിനും എന്താണ്, രണ്ടർത്ഥമാണ്. ഇപ്പോൾ ഹദീസ് ജിബ്രീലിൽ ചോദിക്കുന്നത് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ അവിടെ ഇസ്ലാമിൻ്റെ അർത്ഥമാണ്. അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് പറഞ്ഞതാ വേറെ അർത്ഥമാണ്. എന്നാൽ എവിടെയെങ്കിലും ഇസ്ലാം എന്ന് മാത്രം പറയുന്നു, അല്ലെങ്കിൽ ഈമാൻ എന്ന് മാത്രം പറയുന്നു. എന്നാൽ ഇസ്ലാം എന്ന് മാത്രം പറയുന്നിടത്ത് എന്തും ഉദ്ദേശിക്കുന്നുണ്ട്, ഈമാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈമാൻ എന്ന് മാത്രം പറയുന്നിടത്ത് എന്തും ഉദ്ദേശിക്കുന്നുണ്ട്, ഇസ്ലാം ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, നവാഖിദുൽ ഈമാനും നവാഖിദുൽ ഇസ്ലാമും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് എന്നർത്ഥം. ഫൈദ ഇജ്തമഅ ഫീ നഫ്സിൻ ഔ ഖൗലിൻ, അപ്പോൾ ഏതെങ്കിലും ഒരു ആയത്തിലോ ഹദീസിലോ മറ്റോ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഫൽ ഇസ്ലാമു യതഅല്ലഖു ബിൽ അഅമാലി ളാഹിറ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് പ്രയോഗവും ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ പ്രവർത്തികളാണ്. ഇസ്ലാം കാര്യങ്ങളിൽ പറയുന്നത് പോലെ വൽ ഈമാനു യതഅല്ലഖു ബിൽ അഅമാലിൽ ബാത്തിന, അവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശം എന്തായിരിക്കും, ആന്തരികമായ പ്രവർത്തികളായിരിക്കും. വഇദഫ്തറഖ, ഇനി എന്ത് ചെയ്തു, അത് രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിലാണ് വന്നിരിക്കുന്നത്. അതായത് ഒരിടത്തൊന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫഖീല അൽ ഇസ്ലാമു ഔ ഖീല അൽ ഈമാൻ വഹുമാ ബിമാനിൻ വാഹിദ്. അപ്പോൾ രണ്ടും എന്താണ്, ഒന്നുകിൽ ഇസ്ലാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞു, രണ്ടിൻ്റെ അർത്ഥം എന്താണ്, ഒന്ന് തന്നെയാണ്. ഐ അദ്ദീനുല്ലദീ ബുഇസ ബിഹി മുഹമ്മദിൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടിരിക്കുന്ന ദീൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വഹാദാ തഅലം വബിഹാദാ തഅലം വബിഹാദാ തഅലമു അന്ന നവാഖിദുൽ ഈമാനി ഹിയ നവാഖിദുൽ ഇസ്ലാം. അപ്പോൾ എന്താണ്, നവാഖിദുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നവാഖിദുൽ ഇസ്ലാം തന്നെയാണെന്നർത്ഥം. വഖദ അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നൽ ഇസ്ലാമ കമാ യുഅഖദു ഫഇന്നഹു ഖദ് യുൻഖദ്. ഉമ്മത്ത് ഏകോപിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം എന്നതുപോലെ ഇസ്ലാം എന്തും ചെയ്യപ്പെടും, അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇസ്ലാമിലേക്ക് എന്താണ്, ഇസ്ലാം ഒരാളുടെ ഷഹാദത്ത് പറഞ്ഞാൽ ഇസ്ലാം സ്ഥാപിക്കപ്പെടും, കെട്ടപ്പെടും എന്നതുപോലെ ഇസ്ലാം എന്തും ചെയ്യപ്പെടും, മുറിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളത് ഉമ്മത്ത് തന്നെ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്.
വലിദാ യഅതി ഫീ കുതുബിൽ അഖായിദ്, അതുകൊണ്ട് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. വകുതുബിൽ ഫിഖ്ഹി ഐളൻ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. ഫിൽ മദാഹിബിൽ അർബഅത്തി കുല്ലിഹ, എല്ലാ 4 മദ്ഹബിന്റെ ഉലമാക്കളുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. വഫി ഗൈരിഹ, അതല്ലാത്ത ഗ്രന്ഥങ്ങളിലും, മിൻ കുതുബിൽ ഫിഖ്, ഫിഖ്ഹിന്റെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും, 4 മദ്ഹബിന്റെ ഇമാമികളുടേതല്ലാത്തതായ ഗ്രന്ഥങ്ങളിലും അൽ കലാമു അനി റിദ്ദ, റിദ്ദത്തിനെ സംബന്ധിച്ചുള്ള അധ്യായമുണ്ട്. വബയാനു മാ യർതദ്ദു ബിഹിൽ മുസ്ലിം അൻ ദീനി, അതേപോലെ ഒരു മുസ്ലിം എപ്പോഴാണ് അവൻ്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നത്, മുർത്തദ്ദാവുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം ഇവിടെയുണ്ട്. അഖീദയുടെ ഗ്രന്ഥങ്ങളും ഫുഖഹാക്കൾ 4 മദ്ഹബിൻ്റെ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാരണം ഉമ്മത്ത് അംഗീകരിച്ച് ഏകോപിച്ച കാര്യമാണെന്ത്, ഇസ്ലാം ഒരാളുടെ സ്ഥാപിക്കപ്പെടുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, ഇല്ലാതെയാക്കപ്പെടുകയും ചെയ്യും. വഖദ് ദക്കറൽ ഉലമാഉ അസ്ബാബൻ കസീറത്തൻ ഔസലഹാ ബഅദുഹും ഇലാ അക്സരി മിൻ 400 സബബിൻ യുൻഖദു ബിഹാ അൽ ഇസ്ലാം. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, ഉലമാക്കൾ അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ധാരാളം കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ഉലമാക്കൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 400ന്റെ മേലെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഖേന എന്ത് ചെയ്യും, ഇസ്ലാം മുറിഞ്ഞു പോകപ്പെടും. അങ്ങനെയുള്ള 400-ലധികം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുസന്നിഫ് പറയുന്നു, വമിമ്മാ യംബഗി അൻ ഉനബ്ബിഹ ഇലൈഹി തുല്ലാബുൽ ഇൽമി ഹുന, ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസന്നിഫ് ഉണർത്തുകയാണ്. അന്നൽ ഇഅ്തിഖാദ ഫീ മഅനൽ ഈമാനി മുഅസ്സിറുൻ ഫീ അദ്ദി നവാഖിദിൽ ഇസ്ലാമി വൽ ഈമാൻ, ഈമാൻ എന്താണെന്ന ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസം ഈ നവാഖിദുകളെ എണ്ണുന്ന കാര്യത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. ഈമാൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഅ്തിഖാദുൻ ബിൽ ഖൽബി, ഖൗലുൻ ബിൽ ലിസാനി വഅമലുൻ ബിൽ ജവാരിഹ്, ഇതാണ് ഈമാൻ. യസീദു ബിത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയ്യ, ഹൃദയത്തിലുള്ള വിശ്വാസം ഈമാനാണ്, നാക്കുകൊണ്ടുള്ള പറച്ചിൽ, അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ളതായ പ്രവൃത്തികളെല്ലാം ഈമാൻ്റെ പാട്. അപ്പോൾ ഈമാൻ എന്താണെന്ന് ഒരാൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന നവാഖിദുകളുടെ എണ്ണത്തിൽ നിന്നുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഫകുല്ലുൻ യദ്കുറു മാ യുദാദ്ദുൽ ഈമാന ബിഇഅ്തിഖാദിഹി ഫിൽ ഈമാൻ, ഓരോ ആളുകളും നവാഖിദുകളായിട്ട് എണ്ണണത് എന്താണ്, ഈമാൻ എന്താണെന്ന് അവൻ്റെ വിശ്വാസത്തിനെ അനുസരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് ഫഹാദാ യംബഗി അൻ യതനബ്ബഹ ലഹു മൻ യഖറഉ ഫീ കുതുബിൽ ഫിഖ്, ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നയാൾ ഇതെന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണെന്നർത്ഥം. കാരണം ഫല്ലദീന യുഖ്രിജൂനൽ അമല അനിൽ ഈമാനി ലഹും ത്വരീഖത്തുൻ ഫീ അദ്ദി നവാഖിദിൽ ഇസ്ലാം, അമലിനെ ഈമാനിൽ നിന്ന് പുറത്താക്കുന്ന ചില ആൾക്കാരുണ്ട്, അമലൊന്നും ഈമാനിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നവാഖിദുൽ ഇസ്ലാമിനെ എണ്ണുന്നതിന് അവർക്കൊരു രൂപം ഉണ്ടാവും, അമലുകൾ എന്ത് ചെയ്യൂല, അവരതിൽ പെടുത്തൂല. വഅഹ്ലുസുന്നത്തി വൽ ജമാഅത്തി അല്ലദീന അജ്മഉ ഇലാ യൗമിനാ ഹാദാ ലാ യുഖാലിഫു മിൻഹും അഹദുൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ ഏകോപിച്ചിട്ടുണ്ട് ഇന്നേ വരെയും, അക്കാര്യത്തിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അലാ അന്നൽ ഈമാന ഖൗലുൻ ബിൽ ലിസാനി വഅ്തിഖാദുൻ ബിൽ ജനാനി വഅമലുൻ ബിൽ ജവാരിഹി വൽ അർകാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള വിശ്വാസമുണ്ട്, നാക്കുകൊണ്ടുള്ള പറച്ചിലുണ്ട്, അതേപോലെ തന്നെ കർമ്മങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. വഅന്നൽ അമല മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ് എന്ത്, അമലുകൾ, പ്രവർത്തികൾ. അതുകൊണ്ട് ലഹും ത്വരീഖത്തുൻ ഫീ അദ്ദി നവാഖിദിൽ ഇസ്ലാമി വൽ ഈമാൻ, അതുകൊണ്ട് അഹ്ലുസുന്നക്ക് എന്തുണ്ട്, നവാഖിദുൽ ഈമാനിനെ എണ്ണുന്നതിന് അവർക്കൊരു മാർഗമുണ്ട്. വഹിയ ത്വരീഖത്തു സ്വവാബുല്ലത്തി ലാ യുശഖു ഫീഹാ, അതാണ് ശരിയായ വഴി, അതിലെന്തില്ല, യാതൊരു സംശയങ്ങളുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പതിവിൽപ്പെട്ടതാണ് സമയം മുസ്ലിമീങ്ങളുടെ അവസാനിപ്പിക്കുക, മുസ്ലിമീങ്ങളുടെ ദീനിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വലിയ ജാഗ്രതയുള്ളയാളാണ്. അതേപോലെ അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ജാഗ്രതയും പുലർത്തും. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം മുസന്നിഫ് എന്ത് ചെയ്തിരിക്കുന്നു, രചിച്ചിരിക്കുന്നു. ഇത് മുസന്നിഫ് റഹിമഹുല്ലാ ഈ കാര്യത്തിൽ ഏകനല്ല, അതായത് ഒരു വേറെയുള്ള ആരും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ ധാരാളം ഉലമാക്കൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ധാരാളം ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത മദ്ഹബുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ഇബ്നു റാഹവൈ ഉദ്ധരിക്കുന്നതായിട്ട് പറയുന്നത് കാണാം. അജ്മഅൽ ഉലമ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. അന്നമൻ സബ്ബല്ലാ, ആരെങ്കിലും അള്ളാഹുവിനെ ചീത്ത പറഞ്ഞാൽ, ഓ സബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞാൽ, ഔ ദഫഅ ഷൈഅൻ അൻസലഹുല്ലാ, അള്ളാഹു ഇറക്കിയ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ തള്ളിക്കളഞ്ഞു, ഖുർആനെയോ സുന്നത്തിനെയോ ഏതെങ്കിലും നിയമങ്ങളെയോ, ഔ ഖതല നബിയ്യൻ മിൻ അംബിയാ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയെ ഒരാൾ വധിച്ചു കളഞ്ഞു,
വഹുവ മഅ ദാലിക മുഖിറുൻ ബിമാ അൻസലല്ലാഹ്, അവൻ അപ്പോഴും ഞാൻ അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കുന്നു എന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലും അന്നഹു കാഫിർ, അവനെന്താണ്, കാഫിറാണെന്നുള്ള കാര്യത്തിൽ ഉലമാക്കൾക്ക് പ്രാത്യസ്വല്ല ഏകോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, അഹ്ലു സുന്നയുടെ ഉലമാക്കളൊക്കെ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള നവാഖിലുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിയായ സ്ഥലത്ത് ശരിയായ കാരണത്തിൽ തക്ഫീർ ചെയ്യുക എന്നുള്ളത് മുജമഉൻ അലൈഹിയാണ്, അത് ഏകോപിച്ചിരിക്കുന്ന കാര്യം. ശരിയായ കാരണത്തിന് വേണ്ടി ശരിയായ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, തക്ഫീർ ചെയ്യാം എന്നുള്ളത് എന്താണ്, ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതാണ് ഇതിൽ മുസ്ലിം റഹ്മത്തുള്ളാഹി കൊണ്ടുവരിക്കുന്ന ഒന്നാമത്തെ മുഖദ്ദിമ. ശേഷം ചില മുഖദ്ദിമകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.